ഇന്നത്തെ കാലത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഞാനിത് പറയുന്നതും നിങ്ങളത് കാണുന്നതും ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ മാത്രം സാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇത്രയധികം നമ്മുടെ ലൈഫിൽ ഇലക്ട്രിസിറ്റി എല്ലായിടത്തും ഒരേ സമയം നമുക്ക് ചുറ്റും അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുണ്ടായിട്ടും ശരിക്കും എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പേർക്ക് വ്യക്തമായിട്ട് അറിയാം? അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് തന്നെയാണ്. ഒരുപക്ഷെ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാവും. പല ആളുകളും ഫോൺ ചാർജ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ തെറ്റിദ്ധാരണകൾ പ്രകടമാകാറുണ്ട്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. എന്താണ് ശരിക്കും ഈ ഇലക്ട്രിസിറ്റി? സയൻസിൻ്റെ ഡെഫിനിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംപിളി ഫ്ലോ ഓഫ് ചാർജാണ്. അതായത് ചാർജുകളുടെ പ്രവാഹം, അതാണ് ഇലക്ട്രിസിറ്റി. ഈ ചാർജുകളുടെ പ്രവാഹം എന്ന് പറയുമ്പോൾ എന്താണ് ചാർജ് എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം വേണം. ചാർജ് എന്ന വാക്ക് വെറുതെ നമ്മൾ പറയുമ്പോൾ ഈ സയൻസിലെ ചാർജ് എന്ന് പറയുന്നത് എന്താണ് എന്നുകൂടി മനസ്സിലാക്കണമല്ലോ. ചാർജ് ഒരു അടിസ്ഥാന മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ മാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ വേറെ എന്തെങ്കിലും പോലെയാണ് എന്ന് താരതമ്യം ചെയ്ത് പറയാൻ കഴിയില്ല. കാരണം ചാർജിനെ പോലെ ചാർജ് മാത്രമേ ഉള്ളൂ. നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിലും, ഈ പ്രപഞ്ചത്തിലെ എല്ലാ മാറ്ററിലും ചാർജുണ്ട്. അതായത് പ്രപഞ്ചത്തെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ആറ്റങ്ങളാണ്. നമുക്കറിയാം ആറ്റങ്ങളുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് അതിൻ്റെ സബാറ്റമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയാണ്. ഇതിൽ തന്നെ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന് വിളിക്കുന്ന ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് വെച്ചാണ്. ഇലക്ട്രോൺ ആസ് സച്ച് ഒരു ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളാണ്. ഈ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ അനേകം സവിശേഷതകളിൽ ഒന്നാണ്. അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്ന പോലെ, ഒരു പാർട്ടിക്കിളിന് മാസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ അതിൻ്റെ ഒരു അടിസ്ഥാന പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ചാർജ് ഈ യൂണിവേഴ്സിൽ രണ്ട് തരത്തിലാണ് കാണുന്നത്. ഒന്നിനെ നമ്മൾ പോസിറ്റീവ് ചാർജ് എന്നും മറ്റൊന്നിനെ നമ്മൾ നെഗറ്റീവ് ചാർജ് എന്നും വിളിക്കുന്നു. ഈ ചാർജിനെ നമ്മൾ രണ്ട് തരത്തിൽ കണ്ടെത്തിയതിൻ്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഒന്നിനെ പോസിറ്റീവ് എന്നും ഒന്നിനെ നെഗറ്റീവ് എന്നും വിളിച്ചു എന്നല്ലാതെ ഈ ചാർജിനെ പോസിറ്റീവ് ആക്കുന്ന ഒന്നുമില്ല. രണ്ട് തരം ചാർജുകളിൽ ഒന്നിനെ പോസിറ്റീവ് എന്നും ഒന്നിനെ നെഗറ്റീവ് എന്നും വിളിക്കുന്നു. ഇതിൽ ഇലക്ട്രോണിൻ്റേതാണ് നെഗറ്റീവ് ചാർജ്. പ്രോട്ടോണിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ക്വാർക്കുകളിൽ ഒന്നിന് ഉള്ള ചാർജാണ് ഈ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാ മെറ്റീരിയലിലും ഈ ചാർജസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ചാർജിൻ്റെ സാന്നിധ്യം ആസ് സച്ച് ചാർജുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഓപ്പോസിറ്റ് ചാർജുകൾ അട്രാക്ട് ചെയ്യും, സിമിലർ ചാർജസ് റിപ്പൽ ചെയ്യും, പരസ്പരം റിപ്പൽ ചെയ്യും. പക്ഷേ ഈ റിപ്പൽഷനും അട്രാക്ഷനും ഒക്കെ വളരെ സ്ട്രോങ് ആണെങ്കിലും നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഡെയിലി ലൈഫിലെ മെറ്റീരിയൽസിൽ നമുക്കത് ഫീൽ ചെയ്യാത്തതിന് കാരണം എല്ലാ ആറ്റങ്ങൾക്കും ഉള്ളിൽ ഈ പ്രോട്ടോൺ ഉണ്ടാക്കുന്ന പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജും തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവ പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ഈ ആറ്റം ആസ് സച്ച് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. പക്ഷേ ഈ ചാർജസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ചാർജസിനെ ഈ ഒരുമിച്ചല്ലാതെ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാ ദ്രവ്യത്തിലും ആറ്റമുണ്ട്. മാറ്റർ മൊത്തം ആറ്റങ്ങളാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും അത് ഉൾപ്പെടുന്ന ന്യൂക്ലിയസും വളരെ ഹെവിയാണ് ആറ്റത്തിൽ. ഇലക്ട്രോൺസ് ഒരു പ്രോട്ടോണിൻ്റെ 2000 മാത്രം മാസുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസാണ്. പൊതുവെ ഒഴുകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു രീതിയിൽ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് എന്ന് തന്നെ പറയാം. കാരണം എല്ലാ മാറ്ററിലും ഉള്ളത് ഇലക്ട്രോൺസിനാണ് ഫ്ലോ ചെയ്യാൻ കഴിയുന്നത്. ഈ ഇലക്ട്രോൺസ് ഏത് വഴി ഒഴുകുന്നതനുസരിച്ചിട്ടും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇലക്ട്രോൺസ് വേണമെങ്കിൽ സാധാരണ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്ന മെറ്റൽസിലൂടെയൊക്കെ ഒഴുകുമ്പോൾ നമ്മളതിനെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കും. ഇത് വാക്വത്തിലൂടെയോ അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്ന പ്രത്യേകതരം മെറ്റീരിയൽസിലൂടെയാണ് ഒഴുകുന്നതെന്നുണ്ടെങ്കിൽ അവയെ നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് വിളിക്കും. ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഉപകരണങ്ങളും ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്കോ ആവാം. ഇപ്പോൾ പഴയ ഫാനുകൾ, വെറുതെ സ്വിച്ചിട്ട് കറങ്ങുന്ന പഴയ റെഗുലേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഫാനുകളെല്ലാം ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ്. അവിടെ കണ്ടക്ടേഴ്സിൽ കൂടെ മാത്രമാണ് ഈ ചാർജ് ഒഴുകുന്നത്. എന്നാൽ നമുക്ക് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് വിളിക്കുന്ന നമ്മുടെ ആധുനിക മൊബൈൽ ഫോണുകളോ പുതിയ ടെലിവിഷനുകളോ ഇപ്പോഴത്തെ ഈ BLDC ഫാനുകൾ എന്ന് വിളിക്കുന്ന റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഫാനുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ അവയ്ക്കകത്ത് ഇലക്ട്രോണിക് കമ്പോണൻ്റുണ്ട്. അതായത് ഈ ചെമ്പ് കമ്പി പോലുള്ള റെഗുലർ കണ്ടക്ടേഴ്സിൽ കൂടെ അല്ല അവിടെ ഇലക്ട്രിസിറ്റി എപ്പോഴും ഒഴുകുന്നത്. അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ട് ഒഴുകുന്ന ചാർജ്, ഫ്ലോ ഓഫ് ചാർജാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഉള്ള ചാർജ് ചുമ്മാ ഒഴുകുമോ? ഇല്ല, അതിനെ ഒഴുക്കാൻ എന്തെങ്കിലും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തള്ളൽ, ഒരു പുഷ് ആവശ്യമാണ്. അങ്ങനെ ഈ ചാർജിനെ ഒഴുകാൻ അനുവദിക്കുന്ന, ചാർജ് ഒഴുകാതെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ. ഈ ഒരു ഉണങ്ങിയ ചീപ്പെടുത്ത് ഉണങ്ങിയ മുടിയിൽ നമ്മൾ കുറേ നേരം ഉരസി കഴിഞ്ഞാൽ ഈ ചീപ്പ് ചെറിയ പേപ്പർ കഷ്ണങ്ങളെ അട്രാക്ട് ചെയ്യും.
അപ്പോൾ അതുപോലെ നമ്മൾ അയൺ ചെയ്ത് പോളിസ്റ്റർ ഡ്രസ്സൊക്കെ ആണെങ്കിൽ പോളിസ്റ്റർ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ രോമമുള്ള കൈകൾ അതിനടുത്തേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന അനുഭവം ഉണ്ടാകും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ റബ്ബ് ചെയ്യുന്ന പ്രോസസ്സിലൂടെ കുറച്ച് ചാർജസ് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് ഒരു ചെറിയ ചാർജ് ഇംബാലൻസ് വരും. അങ്ങനെയാണ് അവിടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന പ്രഭാവം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഈ കാറ്റടിക്കുന്നുണ്ടെന്നും അങ്ങനെ അധികം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല. അപ്പോഴും ചില പ്ലാസ്റ്റിക് ചെയറിലൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക നമുക്ക് ഫീൽ ചെയ്യും. കാരണം ആ പ്ലാസ്റ്റിക്കുമായിട്ട് എന്തോ ഉരസിയപ്പോൾ ഉണ്ടായ ചാർജ് ബിൽഡിംഗ് ആണ്. ഇപ്പോൾ പൊതുവെ ഹ്യൂമിഡിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഡോർ നോബ് നമ്മുടെ വാതിലിൻ്റെയൊക്കെ പിടിയിലൊക്കെ മെറ്റലാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടായി ചിലപ്പോൾ ഷോക്ക് അടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെ നമുക്കതൊന്നും അത്ര പരിചയമുള്ള കാര്യമില്ല. അവിടെ ചാർജ് ഫ്ലോ ചെയ്യുന്നില്ല, ന്യൂട്രൽ ആയിരിക്കുന്ന ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് ഒരു ചാർജ് ബിൽഡ് ചെയ്യുന്നു, ഒരു അക്യുമുലേറ്റ് ചെയ്യുന്ന അവസ്ഥ വരും. എന്നാൽ ഈ ചാർജിനെ ഫ്ലോ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പുഷ് ആവശ്യമാണ്. അപ്പോൾ ചാർജിനെ ഫ്ലോ ചെയ്യിക്കുന്ന ആ അളവിനെ, ആ ഒരു ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ്. അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്നുകൊണ്ട് പൊതുവെ മെഷർ ചെയ്യുന്നത്. ഈ വോൾട്ടേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് മറ്റൊരു താരതമ്യം നടത്തി നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മൾ ടാപ്പ് തുറന്ന് വെള്ളം വരുന്നത് എടുക്കുക. ഈ ടാപ്പിലൂടെ വെള്ളം വരണമെന്നുണ്ടെങ്കിൽ ടാപ്പിൻ്റെ മറുവശത്ത് ഒരു വാട്ടർ ടാങ്ക് ആവശ്യമാണ്, അല്ലേ? ആ വാട്ടർ ടാങ്ക് ടാപ്പിനേക്കാൾ ഉയർന്ന ലെവലിലാണ് ഇരിക്കേണ്ടത്. ടാങ്കിനേക്കാൾ ഉയർന്ന തലത്തിൽ നമ്മൾ ടാപ്പ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ വെള്ളം വരില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ടാപ്പ് ഇരിക്കുന്ന പ്രതലത്തിൽ ആ ഒരു ലെവലിൽ വെള്ളത്തിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ടാങ്ക് ഇരിക്കുന്നിടത്ത് മറ്റൊരു പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷണൽ സ്വഭാവം, ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഫോഴ്സ് താഴേക്ക് വലിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് ടാങ്കിലെ വെള്ളത്തിന് ടാപ്പിൻ്റെ ലെവലുള്ള വെള്ളത്തേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ആ ടാങ്കിന് ടാപ്പിലേക്ക് വെള്ളത്തെ പുഷ് ചെയ്യാൻ കഴിയുന്നത്. നേരെ മറിച്ച് ടാപ്പ് ടാങ്കിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ടാപ്പിലേക്ക് വെള്ളത്തിന് ഒഴുകാൻ കഴിയില്ല. അപ്പോൾ വെള്ളം എപ്പോഴും താഴേക്ക് ഒഴുകുന്നതിൻ്റെ കാരണം ഈ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ഡിഫറൻസാണ്. മുകളിൽ എപ്പോഴും ഹൈറ്റ് കൂടുന്തോറും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കൂടും, കുറഞ്ഞ സ്ഥലങ്ങളിൽ പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും. അപ്പോൾ കൂടിയ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്ത് നിന്നും കുറഞ്ഞ പൊട്ടൻഷ്യൽ ഉള്ള ഇടത്തേക്ക് ഈ വെള്ളം ഫ്ലോ ചെയ്യുന്നത് ഈ കാരണം കൊണ്ടാണ്. ഇതേ താരതമ്യം നമുക്ക് ചാർജുകളുടെ കാര്യത്തിൽ എടുക്കാം. ചാർജുകൾ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഭാഗത്ത് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ കുറഞ്ഞ ഒരു ഭാഗത്തേക്ക് ചാർജസിന് ഒഴുകാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഈ വെള്ളത്തിലെ ടാപ്പും ടാങ്കും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്താണോ അത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ അതിന് സമാനമായ ഒരു അളവാണ് ഇലക്ട്രിക്കലായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അളക്കാൻ ഉപയോഗിക്കുന്ന അളവാണ് നമ്മൾ പൊതുവിൽ വോൾട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്, വി എന്ന് പറയുന്ന സിമ്പിൾ കൊടുക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് ബേസിക്കലി ഈ ചാർജിനെ പുഷ് ചെയ്യുന്ന ഒരു ബലമാണ് നമുക്ക് പറയാം. ഇനി ഈ ടാങ്കും ടാപ്പും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് മാത്രമല്ല അവിടെ പ്രസക്തമായിട്ടുള്ളതെന്ന് കൂടി നമുക്ക് കാണാൻ പറ്റും. അതായത് എത്രത്തോളം വെള്ളം ഒഴുകും എന്നൊരു ഐഡിയ ഉണ്ടല്ലോ, അതായത് റേറ്റ് ഓഫ് ഫ്ലോ. ഈ വെള്ളം ടാപ്പിലൂടെ വരുന്ന റേറ്റ്, അതായത് താഴെ ഒരു പാത്രം വെച്ച് പിടിച്ചാൽ എത്ര പെട്ടെന്ന് നമുക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഈ പറയുന്ന റേറ്റ് ഓഫ് ഫ്ലോ. ഈ റേറ്റ് ഓഫ് ഫ്ലോയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ടാങ്കും ടാപ്പും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് മാത്രമല്ല, ഈ ഇടയ്ക്കുള്ള കണക്ഷൻ ഉണ്ടല്ലോ, ഈ പൈപ്പിൻ്റെ വാവട്ടം കൂടുതലാണെന്ന് വെച്ചോളൂ. അത് കൂടുതൽ വീതിയുള്ള, കൂടുതൽ ഡയമെൻഷനുള്ള, ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിയ പൈപ്പാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പ് കൂടുതൽ വലുതാണെങ്കിൽ വെള്ളം കൂടുതൽ വേഗത്തിൽ ഒഴുകി വരും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിലനിൽക്കുന്ന രണ്ട് പ്രദേശങ്ങൾക്കിടയിൽ ഈ ഫ്ലോ നിൽക്കുന്ന ആ മീഡിയമുണ്ട്. ആ മീഡിയത്തിൻ്റെ സ്വഭാവം, ആ ടാപ്പിൻ്റെ സ്വഭാവം കൂടി, അല്ലെങ്കിൽ ആ പൈപ്പിൻ്റെ സ്വഭാവം കൂടി വെള്ളത്തിൻ്റെ റേറ്റിനെ, ഈ ഫ്ലോയുടെ നിരക്കിനെ സ്വാധീനിക്കും. അതുപോലൊരളവ് കൂടി നമ്മൾ ഇലക്ട്രിസിറ്റിയിലും പറയേണ്ടതുണ്ട്. അതായത് ഇലക്ട്രിസിറ്റിയിൽ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ചാർജിൻ്റെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്തു നിന്നും പൊട്ടൻഷ്യൽ കുറഞ്ഞ ഭാഗത്തേക്ക് ചാർജിന് ഒഴുകാൻ കഴിയും. പക്ഷേ ഈ കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്കുള്ള ആ മീഡിയം ഉണ്ടല്ലോ, അവയ്ക്കിടയിലുള്ള മീഡിയം ഏതാണെന്ന് കൂടെ അനുസരിച്ചാണ് എത്രത്തോളം ചാർജ് ഒഴുകുമെന്ന് തീരുമാനിക്കുന്നത്. ആ മീഡിയത്തിൻ്റെ ഈ ചാർജ് ഒഴുകാൻ ഉള്ള അനുവാദം കൊടുക്കുന്ന ആ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേര് റെസിസ്റ്റൻസ് എന്നാണ്. മലയാളത്തിൽ പ്രതിരോധം എന്ന് വിളിക്കാം. റെസിസ്റ്റൻസ് കൂടിയ മീഡിയം ആണെങ്കിൽ ചാർജ് ഫ്ലോയെ അത് റെസിസ്റ്റ് ചെയ്യും. റെസിസ്റ്റൻസ് കുറഞ്ഞ മീഡിയം ആണെന്നുണ്ടെങ്കിൽ ചാർജിനെ താരതമ്യേന എളുപ്പത്തിൽ അതിലൂടെ ഫ്ലോ ചെയ്യാൻ അത് അനുവദിക്കും. അപ്പോൾ ഈ റെസിസ്റ്റൻസ് കൂടി ചേർന്നാലേ എത്ര ചാർജ് എത്ര റേറ്റിൽ ഒഴുകും എന്ന് തീരുമാനിക്കാൻ പറ്റും. ഈ പരസ്പര ബന്ധത്തെ നമ്മൾ സ്കൂളിൽ ഒരു പ്രത്യേക പേരിലാണ് പഠിച്ചത്. അതാണ് ഓംസ് ലോ, ഓം നിയമം. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും റെസിസ്റ്റൻസും ഈ ഒഴുകുന്ന ആ കറൻറ്റും തമ്മിലുള്ള ബന്ധമാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ
പ്രൊപ്പോർഷണലാണ് കറണ്ട് എന്ന് പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുമ്പോൾ കറണ്ട് കൂടും. പക്ഷേ അവിടെ റെസിസ്റ്റൻസിൻ്റെ കാര്യം കൂടി നമ്മൾ അറിയണം. റെസിസ്റ്റൻസ് കൂടിയ മീഡിയം ആണെങ്കിൽ കറണ്ട് അതിനനുസരിച്ചിട്ട് കുറവായിരിക്കും. അതാണ് V = IR, അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമായ രൂപം I = V/R എന്നാണ്. ഈ കറണ്ടാണോ വോൾട്ടേജ് ആണോ ആദ്യം ഉണ്ടാകുന്നത്? അത് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് കാരണമാണ് കറണ്ട് ഉണ്ടാകുന്നത്. ആ കറണ്ട് എത്രത്തോളം ഉണ്ടാകാം എന്ന് തീരുമാനിക്കുന്നതാണ് അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അളവ്. ആ ഓം നിയമത്തിൻ്റെ അർത്ഥം അതാണ്. ഇനി ഇലക്ട്രിസിറ്റിയുടെ മാത്രം വ്യത്യാസത്തിലേക്ക് വരാം. നമുക്ക് വെള്ളം ഒഴുകുന്നത് പോലെ എളുപ്പത്തിലല്ല ചാർജ് ഒഴുക്കാൻ കഴിയുക. കാരണം ചാർജ് ആറ്റങ്ങൾക്കുള്ളിൽ ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ആറ്റം ന്യൂട്രലാണ്, വെള്ളം പോലെ അല്ല. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയെ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇലക്ട്രിസിറ്റി നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അവർക്കിടയിൽ ഒഴുകാനുള്ളൊരു മീഡിയം നമ്മൾ വെച്ചു കൊടുക്കുകയും വേണം. ചാർജ് ഫ്ലോ സാധ്യമാകണം. ടാപ്പ് തുറന്നാലേ വെള്ളം ഒഴുകുമെന്ന് പറയുന്നത് പോലെ ഇതുപോലെ ഒരു തുറക്കൽ, ഒരു ഫ്ലോ അനുവദിക്കുന്ന ഒരു മീഡിയം അവിടെ വരണം. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് രീതിയിൽ ജനറേറ്റ് ചെയ്യാം. നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം നമ്മൾ നേരത്തെ പറഞ്ഞ റബ്ബിങ് വഴി. പക്ഷേ അതൊരു താൽക്കാലികമായിട്ടൊരു ചാർജ് സെപ്പറേഷൻ ഉണ്ടാക്കാന്നുള്ളപ്പോഴത്തെ അത് കറണ്ടായിട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊരു രീതി ചെയ്യാവുന്നത് ഈ കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ്. കെമിക്കൽ റിയാക്ഷൻസ് വഴി രണ്ട് പ്രദേശങ്ങളിൽ ഒന്നിൽ പോസിറ്റീവ് ചാർജും ഒന്നിൽ നെഗറ്റീവ് ചാർജും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ സാധ്യമാക്കാൻ പറ്റും. ഇങ്ങനെ കെമിക്കൽസിൻ്റെ സഹായത്തോടുകൂടി ഇലക്ട്രിസിറ്റി ഫ്ലോ സാധ്യമാക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ബാറ്ററികൾ. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞൊരു സ്റ്റഡി കറണ്ടാണ്. പോസിറ്റീവും നെഗറ്റീവും സെപ്പറേറ്റ് നിർത്തുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെല്ലുകൾ അല്ലെങ്കിൽ ബാറ്ററികൾ പ്രവർത്തിക്കുന്നത്. ഇനി മറ്റൊരു എളുപ്പമാർഗ്ഗമുള്ളത്, ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കെമിക്കൽസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ശരിക്കും ഇങ്ങനെയാണ്. പക്ഷേ ഇതൊരു സസ്റ്റൈനബിൾ മാർഗ്ഗമല്ല. കെമിക്കൽസ് ഉണ്ടാവണം, അത് സ്റ്റോർ ചെയ്യണം, അത് കൃത്യമായിട്ട് സൂക്ഷിക്കാൻ കഴിയുക, അത് മാനേജ് ചെയ്യാൻ കഴിയണം. മറ്റൊരു കൂടുതൽ എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മൈക്കൽ ഫാരഡേ എന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചൊരു ഫിനോമിനനാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ബന്ധമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയും കുറയുകയും ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുകയാണെന്ന് വെച്ചോളൂ. വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കണ്ടക്ടർ, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാൻ എളുപ്പമുള്ള വസ്തുക്കളാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റൽസ് എന്ന് പറയുന്നത് പൊതുവെ കണ്ടക്ടേഴ്സാണ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടില്ല, അതുവഴി ചാർജ് ഫ്ലോ സാധ്യമാകില്ല. അതുകൊണ്ടാണ് അവ ഇൻസുലേറ്റേഴ്സ് എന്ന് പൊതുവെ വിളിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടർ നമ്മൾ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, ഈ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കാരണം ഈ കണ്ടക്ടറിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. അതിനെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്നാണ് പൊതുവെ നമ്മൾ വിളിക്കാറ്. അതായത് ആ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡാണ് അതിനെ വോൾട്ടേജിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനെയാണ് ഡൈനാമോ എഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. മൈക്കൽ ഫാരഡേ ആണ് അത് കണ്ടുപിടിക്കുന്നത്. ഡൈനാമോയുടെ പിതാവ്, ഇലക്ട്രിസിറ്റിയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നതിന് കാരണവും അതാണ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒന്നിൽ കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കുക, അല്ലെങ്കിൽ കണ്ടക്ടർ ഇരിക്കുന്നിടത്ത് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുക. ഇത് രണ്ട് രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറും. അപ്പോൾ അതിനകത്ത് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ മോഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ പൊസിഷൻ മാറുമ്പോഴാണല്ലോ നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. പക്ഷേ പൊസിഷൻ മാറിക്കൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന മോഷൻ, നമ്മൾ ലീനിയർ മോഷൻ എന്ന് വിളിക്കുന്നത്, ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് നീങ്ങിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇതിന് എളുപ്പമുള്ള മറ്റൊരു മോഷൻ നമുക്കുണ്ട്. അത് വേറെ ഒന്നുമില്ല, റൊട്ടേഷണൽ മോഷനാണ്. അതിനിങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഈ കറക്കമാണ് ശരിക്കും പ്രാക്ടിക്കലി നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു മോഷൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ഒരു കോയിൽ, കണ്ടക്ട് ചെയ്യാൻ കഴിയുന്ന വയറിൻ്റെ ഒരു ചുരുൾ, അതിനെ നമുക്കിങ്ങനെ കറക്കിക്കഴിഞ്ഞാൽ, ഈ കറങ്ങുമ്പോൾ അത് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു EMF, ആ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാകും. അതിനെ സ്റ്റാൻഡേർഡ് വാക്കിൽ നമ്മൾ EMF, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കാറുണ്ട്, EMF എന്ന് വിളിക്കാറുണ്ട്. ആ വോൾട്ടേജ് ഉണ്ടാക്കാൻ നമുക്ക് ഈ കറക്കം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ കറങ്ങുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു വസ്തു കറങ്ങുന്നത് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ താഴ്ഭാഗം ഇടത്തോട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഈ കറങ്ങുന്ന ഒബ്ജക്റ്റിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് ഭാഗങ്ങൾ രണ്ട് ഓപ്പോസിറ്റ് ദിശയിലാണ് സത്യത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാരണം ഈ കോയിലിൻ്റെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവയുടെ ഡയറക്ഷൻ ആൾട്ടർനേറ്റ് ചെയ്യും എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിന് ഇങ്ങനൊരു സ്വഭാവമുണ്ട്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ്. അതാണ് പൊതുവെ നമ്മൾ AC
കറണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ബാറ്ററിയിൽ നിന്നുണ്ടാകുന്ന കറണ്ട് അങ്ങനെയല്ല, അത് എപ്പോഴും അതിനൊരു ഫിക്സഡ് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അത് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്നത് ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ DC എന്നാണ്. അപ്പോൾ ഈ ആൾട്ടർനേറ്റ് കറണ്ടാണ് ഉണ്ടാക്കാൻ എളുപ്പം. ആൾട്ടർനേറ്റ് കറണ്ട് പക്ഷേ സ്റ്റോർ ചെയ്യാൻ എളുപ്പമല്ല. ബാറ്ററി പോലെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കറണ്ട് മാത്രമേ പറ്റൂ. അപ്പോൾ നമ്മളുടെ പവർ ജനറേഷൻ സെൻറ്ററുകളിലെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ AC ആണ് ഉണ്ടാക്കുന്നത്. AC ഉണ്ടാക്കുന്നതിന് കാരണം ഇങ്ങനെ ഒരു കോയിൽ കറക്കിക്കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് അതിനെ കറക്കിക്കൊണ്ട് അതിനെ ഉപയോഗിച്ച് ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഉണ്ടാക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. അവിടുത്തെ ഡിസഡ്വാൻറ്റേജ് അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ല, അതുകൊണ്ട് വേറെയും ചില ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാൻസ്ഫോമർ എന്നൊക്കെ പറയുന്ന ചില ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന വാക്കാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ബേസിക്കലി ചെയ്യുന്നത് ഈ വോൾട്ടേജിൻ്റെ ലെവൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുള്ളതാണ്. വോൾട്ടേജ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അനുസരിച്ചിട്ട് അവിടെ കറണ്ട് കുറയ്ക്കും. കാരണം വോൾട്ടേജും കറണ്ടും കൂടെ ചേർന്നാണ് അത് എത്ര എനർജി വഹിക്കുന്നുണ്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ എനർജി ഒരിക്കലും കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. ഒരു അവൈലബിൾ എനർജി ഫിക്സ്ഡ് ആണ്. അപ്പോൾ വോൾട്ടേജ് കൂട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട് കറണ്ട് കുറയണം. അപ്പോൾ നമുക്ക് ഈ പവർ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കണം. പവർ ട്രാൻസ്മിഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു കുഴപ്പം, ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന മീഡിയത്തിൽ അത് ഹീറ്റ് ഉണ്ടാക്കും, ഇലക്ട്രിസിറ്റി ലോസ് ഉണ്ടാവും, ട്രാൻസ്മിഷൻ ലോസ്. അപ്പോൾ അത് എത്രത്തോളം ദൂരേക്ക് ഈ കമ്പിയിലൂടെ കൊണ്ടുപോകുമോ അത്രത്തോളം കൂടുതൽ ഹീറ്റ് അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഹീറ്റ് കറണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് വളരെ പെട്ടെന്ന് കൂടും. അതിനെ ജൂൾ ഹീറ്റിംഗ് ഇഫക്റ്റ് എന്ന് വിളിക്കും. അത് ഒരു അത്ര ഹീറ്റ് ഉണ്ടാക്കുമെന്ന് വെച്ചാൽ I²RT എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം. അതായത് കറണ്ട് ആണ് I², R അതിൻ്റെ റെസിസ്റ്റൻസ്, T എത്ര സമയം ഒഴുകി എന്നുള്ളത്. അപ്പോൾ ഈ കറണ്ട് കൂടുന്നതിനനുസരിച്ചിട്ടാണ് എപ്പോഴും ഈ ഹീറ്റ് കൂടുന്നത്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസിൽ നമ്മൾ ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വോൾട്ടേജ് കൂട്ടുക, കറണ്ട് അങ്ങനെ കുറച്ച് വെക്കുക. അപ്പോൾ കറണ്ടിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഹീറ്റ് ലോസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയും സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ലെവലാണ്. അതിന് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കും. പക്ഷേ ട്രാൻസ്ഫോമേഴ്സ് AC-യിലേ വർക്ക് ചെയ്യുള്ളൂ, DC-യിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന AC വോൾട്ടേജ് കൊണ്ടുള്ള ഗുണം അത് ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഹൈ വോൾട്ടേജിൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എവിടെയാണോ എൻഡ് യൂസർ, ഒരു വീട്ടിലേക്കുള്ള കണക്ഷൻ ആണെങ്കിൽ ആ വീട്ടിലേക്ക് കണക്ഷൻ എത്തുന്നതിന് മുമ്പ് അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. ഒരു ലോക്കൽ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ചെറിയ വോൾട്ടേജിലേക്ക് മാറ്റാം. നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്ന 230 വോൾട്ടിലേക്കാണെങ്കിൽ നമ്മുടെ പോസ്റ്റിൽ മുകളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അതിനകത്ത് വരുന്നത് 11 കിലോ വോൾട്ടാണ്. അതായത് 11,000 വോൾട്ടാണ്. ചിലപ്പോൾ 110 kV എന്ന് പറയുമ്പോഴത്തേക്കും 110 കിലോ വോൾട്ടാണ്. അത്രയും ഹൈ വോൾട്ടേജിലാണ് അത്രയും പവർ ലൈനുകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്മിഷൻ സാധ്യമാക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് AC-യിൽ മാത്രമേ ട്രാൻസ്ഫോമേഴ്സ് പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ പവർ ട്രാൻസ്മിഷൻ AC നേരിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കുന്ന ഉപകരണങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നത് DC-യിലാണ്. കാരണം ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് ഒഴുകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവേഴ്സ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല ഇലക്ട്രോണിക്സിൽ. അപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന TV-യോ ഒക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്, അതിന് DC തന്നെ വേണം. പക്ഷേ നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് AC ആണ്. ഇതിന് നമ്മൾ പക്ഷേ AC ആണ് ട്രാൻസ്മിറ്റ് ചെയ്യാനും വീട്ടിലെത്തിക്കാനും എളുപ്പവും എഫിഷ്യൻറ്റും എന്നുള്ളതുകൊണ്ട് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഉള്ളിൽ AC-യെ DC ആക്കി മാറ്റാനുള്ള ഒരു സർക്യൂട്ട് അതിനകത്ത് ബിൽറ്റിനായിട്ടുണ്ടാകും. അപ്പോൾ അത് DC ആക്കിയതിന് ശേഷമാണ് അതിൻ്റെ സർക്യൂട്ടുകൾ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു പ്ലഗ് പോയിന്റ് നമ്മൾ എടുക്കും. നമ്മൾ അതിൽ നിന്നാണല്ലോ എല്ലാ ഉപകരണങ്ങളും കണക്ട് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായാലും TV പ്രവർത്തിപ്പിക്കാനായാലും ഫ്രിഡ്ജ് പ്രവർത്തിപ്പിക്കാനായാലും ഒക്കെ നമ്മൾ ഈ 2 പ്ലഗ് പോയിന്റിൽ 2 ദ്വാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിലൊരു ദ്വാരത്തിൽ നമ്മൾ പൊതുവെ ഫേസ് എന്നും മറ്റേ ന്യൂട്രൽ എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫേസ് ന്യൂട്രലിൻ്റെ പ്രത്യേകത ഫേസ് വഴിയാണ്. ഫേസ് എന്ന് പറയുന്ന ഇത് വഴിയാണ് ഈ വോൾട്ടേജിൻ്റെ പുഷ് വരുന്നത്. നിങ്ങൾക്ക് പക്ഷേ ഈ 2 ഹോളുകൾക്കിടയിൽ എയർ ആണുള്ളത്, അല്ലെങ്കിൽ ഈ സ്വിച്ച് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ പ്ലഗ് പോയിന്റ് ഉണ്ടാക്കാൻ നിർമ്മിച്ചിരിക്കുന്ന പോർസിലൈനോ ഫൈബറോ പോലുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയലാണ്. ഇത് ഇൻസുലേറ്ററാണ്, അത് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ അനുവദിക്കുന്നില്ല. വെളിയിലാണെങ്കിൽ എയർ കൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇൻഫൈനറ്റ് വെരി ഹൈ റെസിസ്റ്റൻസ് ആണ് ഈ 2 പോയിന്റുകൾക്കിടയിലുള്ളതുകൊണ്ട് കറണ്ടിൻ്റെ ഫ്ലോ സാധ്യമാകില്ല. നമ്മൾ അവിടെ ഒരു ഉപകരണം കൊണ്ട് പ്ലഗ് ചെയ്യുമ്പോൾ ആ പിൻ അതിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് കറണ്ടിന് ഒഴുകാൻ ഒരു സർക്യൂട്ട് അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു TV ആണെങ്കിൽ TV-യുടെ ഒരു പിന്നിലൂടെ അകത്തേക്ക് പോകുന്ന കറണ്ട് മറ്റേ പിന്നിൽ കൂടെ തിരിച്ചു വരും. അപ്പോൾ രണ്ടാമത്തെ ലൈൻ ന്യൂട്രൽ എന്ന് പറയുന്നത് ഈ കറണ്ടിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള വയറാണ്. നമ്മളെപ്പോഴും സ്വിച്ച് വെക്കുന്ന ഫേസിലാണ്. കാരണം സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫേസ് ലൈനിൽ തന്നെ സ്വിച്ച് വെക്കണം എന്നാണ് പറയാറ്. അപ്പോൾ ഈ നമ്മൾ കണക്ട് ചെയ്യുന്ന ഉപകരണം എത്രത്തോളം റെസിസ്റ്റൻസ് അവിടെ കൊടുക്കുന്നുണ്ട്, അതാണ് എത്ര കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടുത്തെ വോൾട്ടേജ് ഫിക്സ്ഡ് ആണ്. വോൾട്ടേജ് ഉണ്ട്,
എത്ര റെസിസ്റ്റൻസ് ആണോ നിങ്ങൾ പരസ്പരം കണക്ട് ചെയ്യുന്നത് അതാണ് അവിടുത്തെ കറണ്ട് ഫ്ലോ തീരുമാനിക്കുന്നത്. നിങ്ങൾ വളരെ ഹൈ റെസിസ്റ്റൻസ് ആണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോ കുറവായിരിക്കും. വളരെ ലോ റെസിസ്റ്റൻസ് ആണ് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കറണ്ട് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ വളരെ ലോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അല്ലാതെ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ പലപ്പോഴും ഷോർട്ടായി എന്ന് പറയുന്നത്. അതായത് നല്ലൊരു ചെമ്പ് കമ്പി എടുത്ത് 2 പ്ലഗിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ഒരിക്കലും സ്വയം ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട, വളരെ അപകടം പിടിച്ച പണിയായിരിക്കും. കുത്തിക്കഴിഞ്ഞാൽ വളരെ റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു വഴി നിങ്ങൾ ഈ 2 പിന്നുകൾക്കിടയിൽ വെച്ച് കൊടുക്കുകയാണ്. വളരെ ഹൈ കറണ്ട് വരും. കറണ്ട് വളരെ കൂടുമ്പോഴത്തേക്ക് അതുണ്ടാക്കുന്ന ഹീറ്റ് വളരെ കൂടുതലായിരിക്കും. ആ ഹീറ്റ് ആ വയറിന് താങ്ങാൻ പറ്റില്ല എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ആ വയർ കത്തിപ്പോകാം. നിങ്ങളുടെ വീട്ടിലെ വയറിങ്ങിന് ആ കറണ്ട് താങ്ങാൻ പറ്റില്ലെങ്കിൽ വയറിങ് കത്തിപ്പോകാം. ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തം ഉണ്ടായി എന്ന് വാർത്ത കാണുമ്പോൾ, നമ്മളുടെ പത്രങ്ങളിൽ വരുന്ന തീപിടുത്ത വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇങ്ങനെ ഒരു റെഫറൻസ് കാണാൻ പറ്റും. അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് സംശയിക്കപ്പെടുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. കറണ്ടിന് വളരെ എളുപ്പത്തിൽ ഒഴുകാനുള്ളൊരു വഴി എങ്ങനെയോ തുറന്നു കിട്ടുന്നു. ഒന്നുകിൽ അത് മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണ്, അതായത് അബദ്ധം പറ്റിയതാണ്, അല്ലെങ്കിൽ താനെ എന്തെങ്കിലും മാർഗ്ഗത്താൽ പ്ലഗ് പോയിൻ്റ് നനഞ്ഞു എന്ന് വെച്ചോളൂ, ഷോർട്ട് സർക്യൂട്ട് വരാം. അല്ലെങ്കിൽ അത് വരുന്ന വയറിൻ്റെ ഇൻസുലേഷൻ പോയി പരസ്പരം ടച്ച് ചെയ്തു എന്ന് വെച്ചോളൂ, അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് വരാം. അവിടെ എല്ലാം നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് കറണ്ടിന് ഒഴുകാനുള്ള സ്വച്ഛമായിട്ടുള്ളൊരു വഴി നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ കറണ്ട് വളരെ ഹൈ വാല്യൂയിലേക്ക് ഉയരും. അങ്ങനെയാണ് അത് ഷോർട്ട് സർക്യൂട്ടായിട്ട് മാറുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു ഉപകരണം പ്രവർത്തിക്കുമ്പോൾ അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം, എനർജി കിട്ടുന്നത് ഈ ഇലക്ട്രോണിനെ പുഷ് ചെയ്യുന്ന ആ ബലത്തിൽ നിന്നാണ്. അത് ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു പവർ ജനറേഷൻ സെൻറ്ററിൽ നിന്നും കിട്ടുന്ന പുഷാണ് നമുക്ക് വീട്ടിലെ ഉപകരണങ്ങൾ ഉൾപ്പെടെ കിട്ടുന്നത്. നമ്മളത് ഉപയോഗിച്ച് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ആ എനർജിയെ നമ്മൾ ഈ മൊബൈൽ ഫോൺ ബാറ്ററിയിലെ ചാർജ് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നു. എന്നിട്ട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ ഈ സെപ്പറേറ്റ് ചെയ്ത ചാർജ് ബാറ്ററിയിൽ നിന്നും ഒഴുകാൻ തുടങ്ങുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ആ ഫോഴ്സ് അവസാനിക്കും. ഇങ്ങനെയാണ് ഈ ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നത്. നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നത് അടിസ്ഥാനമായിട്ട് നമുക്ക് ചുറ്റുമുള്ള ചാർജുകളെ സെപ്പറേറ്റ് ചെയ്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കി അവയെ ഒരു മീഡിയത്തിലൂടെ ഒഴുകാൻ അനുവദിക്കുന്നു. അങ്ങനെ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഒഴുക്ക് വഹിച്ചുകൊണ്ട് പോകുന്ന ഊർജ്ജത്തെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുന്നത്. ഇനി ഈ ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ, നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില തെറ്റിദ്ധാരണകൾ കൂടി പരിഹരിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ചില കോമൺ ആയിട്ട് ചുറ്റുപാട് നോക്കിയപ്പോൾ ആളുകൾ പലരും കൊണ്ടു നടക്കുന്ന ചില ധാരണ പെശകുകളായിട്ട് തോന്നിയ കാര്യങ്ങളെ ഒന്ന് വിശദീകരിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഒന്ന്, ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകാവുന്നൊരു സാധ്യതയുള്ള മെൻ്റൽ പിക്ചറാണ്. നമ്മളൊരു ബൾബിൻ്റെ സ്വിച്ച് ഇടുന്നു. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ഈ സ്വിച്ച് ഇരിക്കുന്ന ഭാഗത്ത് നിന്നും കറണ്ട് ഒഴുകി ബൾബിലെത്തിയിട്ട് വേണം ആ ബൾബ് കത്താൻ. അതായത് ചാർജ് നമ്മൾ ഓൺ ചെയ്യുന്ന സ്വിച്ചിൽ നിന്നും ഒഴുകി എത്തുകയാണോ ചെയ്യുന്നത്? അത് തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ ടാങ്കിൽ നിന്നും പുറപ്പെടുന്ന വെള്ളം ഒഴുകി ടാപ്പിൽ വരണ്ടല്ലോ നമുക്ക് ടാപ്പിലൂടെ വെള്ളം കിട്ടാൻ. ടാപ്പിൻ്റെ തുമ്പിൽ നിൽക്കുന്ന വെള്ളത്തെ അവിടുന്ന് പുഷ് ചെയ്യുമ്പോൾ തുമ്പിൽ നിൽക്കുന്ന വെള്ളമായിരിക്കും ആദ്യം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഈ പോകുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മുടെ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്പ് കമ്പിയാണ് വയറിങ്ങിന് ഉപയോഗിച്ചേക്കുന്നത് വെച്ചോളൂ. ആ ചെമ്പിൽ ത്രൂ ഔട്ട് ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യുമ്പോൾ ആ ബൾബിലേക്ക് കയറാൻ നിൽക്കുന്ന ഇലക്ട്രോൺസ്, ബൾബിലും ഇലക്ട്രോൺസ് ഉണ്ട്. ബൾബിൻ്റെ ഫിലമെൻറ്റിലാണെങ്കിൽ ഫിലമെൻറ്റിലും ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫിലമെൻറ്റിലൂടെ ആ ഇലക്ട്രോൺസിനെ അങ്ങ് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വെള്ളം ഒഴുകുന്നത് പോലെ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ടിന് സഞ്ചരിച്ചൊരു എത്തേണ്ട കാര്യമില്ല. ഈ എല്ലാ വഴിയിലും ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. അതിനെ പുഷ് ചെയ്യാനുള്ള ഊർജ്ജം ഉണ്ടോ എന്നുള്ളതാണ്. ആ പുഷ് കൊടുക്കുന്നതാണ് നമ്മൾ വോൾട്ടേജ് ഓൺ ചെയ്യുന്ന വഴി ചെയ്യുന്നത്. മറ്റൊരു തെറ്റിദ്ധാരണ കറണ്ട് ഉപയോഗിച്ച് തീർക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. കറണ്ടിനെ നമ്മൾ പാഴാക്കി കളയരുത് എന്ന് നമ്മൾ പറയും. അതൊരു പറയാനുള്ള സൗകര്യത്തിൽ നമ്മൾ അങ്ങനെ പറയുന്നെങ്കിലും കറണ്ടിനെ നിങ്ങൾക്ക് ഉപയോഗിച്ച് കളയാൻ പറ്റില്ല. നമ്മളെപ്പോഴും കറണ്ടിലൂടെ ഇലക്ട്രോൺസ് ഒഴുകുമ്പോൾ ആ ഒഴുകുന്ന ചാർജിൻ്റെ ആ ഒഴുക്ക് വഹിക്കുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ആ ഊർജ്ജമാണ് നമ്മൾ ഒഴിവാക്കുന്നത്. കറണ്ട് എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാർജിനെ നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ല. അത് ഒഴുകി പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന രൂപത്തിലോ മറ്റോ ഒഴുകി വരുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, ഇലക്ട്രോൺസിൻ്റെ സ്പീഡിനെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഇലക്ട്രോൺ നമ്മൾ സ്വിച്ച് ഇട്ടാൽ ഉടനെ ബൾബ് കത്താം. അപ്പോൾ ഇലക്ട്രോൺസ് ലൈറ്റ് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇലക്ട്രോൺസിന് അത്ര സ്പീഡൊന്നുമില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺ സ്വിച്ചിൽ നിന്നും പുറപ്പെട്ട് ബൾബിൽ എത്തേണ്ട ആവശ്യമില്ല. ഇലക്ട്രോൺ ഒന്ന് പുഷായാൽ മതി, അവിടെ ഇലക്ട്രിസിറ്റി അപ്പോഴേ എത്തിക്കൊള്ളൂ. അതുകൊണ്ടാണ് അത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോൺ അത്ര സ്പീഡ് സഞ്ചരിക്കുന്നതല്ല. കാരണം ഈ ഇലക്ട്രോണിന് അങ്ങനെ മെറ്റൽസിനകത്തൂടെ അങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം ഈ പോകുന്ന ഭാഗത്തെല്ലാം അവിടുത്തെ കോപ്പർ ആണെങ്കിൽ കോപ്പറിൻ്റെ ആറ്റങ്ങൾ ഇരിപ്പുണ്ട്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജാണുള്ളത്. അതിൻ്റെ അട്രാക്ഷനിൽ നിന്നും ഫ്രീ ആയിട്ട് ഇലക്ട്രോണിന് അങ്ങനെ സ്മൂത്തായിട്ട് ഒഴുകി പോകാൻ പറ്റില്ല. അത് എപ്പോഴും അങ്ങോട്ട് ഒഴുകി മറ്റേ ഇലക്ട്രോൺസുമായിട്ട് കൊളൈഡ് ചെയ്ത് ഈ ആറ്റം ന്യൂക്ലിയസുമായിട്ട് കൊളൈഡ് ചെയ്തും തട്ടിയും തെറിച്ചും ഒക്കെ തന്നെയാണ്. നമ്മൾ ഭയങ്കര ഞെരുക്കമുള്ള ഒരു സ്ഥലത്തൂടെ ഒഴുകുകയാണെന്ന് വെച്ചോളൂ. നമ്മളൊരിക്കലും സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. നമ്മൾ ഒരാളിൽ തട്ടി മറ്റൊരാളിൽ തട്ടി അങ്ങനെ റാൻഡമായിട്ടായിരിക്കും നമ്മളുടെ മൂവ്മെൻറ്റ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ ഇലക്ട്രോൺസ് എപ്പോഴും അങ്ങനെയാണ്. ഇലക്ട്രോൺ
ഒരു ഒഴുകി പോകുമ്പോൾ ഒരു പ്രത്യേക ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന സ്പീഡിനെ നമ്മൾ വിളിക്കുന്നത് അതിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ്. ആ കറണ്ടിൻ്റെ വെലോസിറ്റി ആയിട്ട് അതിന് ബന്ധമില്ല. ഈ ഇലക്ട്രിസിറ്റി എത്രത്തോളം സേഫാണ്? പലപ്പോഴും നമ്മൾ ഈ ഇലക്ട്രിക് വയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ലൈൻ കമ്പി നമ്മൾ വിളിക്കുന്ന പവർ ലൈനുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിളികളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ കിളികൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തോന്നും ഇലക്ട്രിസിറ്റി പ്രത്യേകിച്ച് ഒരു അപകടം ഉണ്ടാക്കാൻ സാധ്യതയില്ലേ എന്ന് സംശയം തോന്നുക. എന്തുകൊണ്ടാണ് കിളികൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നത്? കിളികൾ എപ്പോഴും ഒറ്റ വയറിലാണ് ഇരിക്കുന്നത്. കാരണം ഒരു വയറിൽ ഒരു പൊട്ടൻഷ്യലേ ഉള്ളൂ. അതിൻ്റെ 2 കാലുകളും ഒരേ വയറിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 കാലുകൾക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ അവയ്ക്കിടയിൽ ഇലക്ട്രിസിറ്റിക്ക് ഫ്ലോ ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് ഈ കിളികളുടെ 2 കാലുകൾ 2 കമ്പികളിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചോളൂ. ഈ 2 കമ്പികൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി കിളിയുടെ ശരീരത്തിലൂടെ ഫ്ലോ ചെയ്യും. അത് ആ കിളിക്ക് അപകടം ചെയ്യും. അവിടെ നമുക്ക് ഈ അപകടം എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. ഇലക്ട്രിക് ഷോക്ക്, പലർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടാകും. എങ്ങനെയാണ് ഇലക്ട്രിക് ഷോക്ക് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ശരീരം കറണ്ടിന് കടന്നു പോകാനുള്ള ഒരു വഴിയായിട്ട് മാറുമ്പോഴാണ് അവിടെ ഇലക്ട്രിക് ഷോക്ക് കിട്ടുന്നത്. അതായത് 2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിൽക്കുന്ന 2 സ്ഥലങ്ങൾ, അതൊന്നുകിൽ ഈ പ്ലഗ് പോയിന്റിലെ 2 പ്ലഗ് പിന്നുകളാകാം, അല്ലെങ്കിൽ ഒരു പോയിന്റും ഫേസ് എന്ന് പറയുന്ന പോയിന്റും എർത്തും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആകാം. ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിലനിൽക്കുന്ന സ്ഥലത്ത് കറണ്ടിന് ഒഴുകാനുള്ളൊരു വഴി നമ്മൾ നമ്മുടെ ശരീരം വെച്ച് കൊണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതുവഴി ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും. ഈ ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ വരുന്ന അപകടം, നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രിസിറ്റി പലയിടങ്ങളിലും നിലവിലുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നെർവ് കണ്ടക്ഷൻ, നാഡികളിലൂടെയുള്ള സിഗ്നലുകളുടെ കണ്ടക്ഷൻ, അങ്ങനെയാണ് നമ്മുടെ ശരീരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്, കോർഡിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ നെർവ് കണ്ടക്ഷനെ ചെറിയ അളവിലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. നാഡികളിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഇമ്പൾസാണ്. അതേ വഴിയിലൂടെ നമ്മൾ വേറൊരു ഇലക്ട്രിസിറ്റി കൂടി കടത്തിവിട്ടാൽ, കടന്നു പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ അത് നമ്മളുടെ ഈ നാഡികളുടെ പ്രവർത്തനം, അതിനെ തുടർന്നുള്ളതെന്ന ഈ മസിൽസിൻ്റെ പ്രവർത്തനം ഒക്കെ തകിടം മറിക്കും. ഇത് കാരണമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ തകിടം മറിയുന്നതിൻ്റെ ആ ഫലമാണ് നമുക്ക് ഇലക്ട്രിക് ഷോക്കായിട്ട് അനുഭവപ്പെടുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഒഴുകുന്നതെന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു കൈയിൽ നിന്നും മറ്റൊരു കൈയിലേക്കാണ് ഇലക്ട്രിസിറ്റി ഒഴുകുന്നത്. അതായത് ഞാൻ എൻ്റെ 2 കൈകൾ കൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസുള്ള 2 സ്ഥലങ്ങളിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൈയിലൂടെ ഇലക്ട്രിസിറ്റി കയറി മറ്റൊരു കൈയിലൂടെയാണ് അത് ഫ്ലോ ചെയ്യുക. ഇത് എൻ്റെ ഹാർട്ടിലൂടെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എൻ്റെ ചെസ്റ്റ് ഭാഗത്ത് ഈ ഹാർട്ട് വരുമ്പോൾ ഹാർട്ട് സദാസമയം ഇലക്ട്രിക് ഇമ്പൾസിൻ്റെ അടിസ്ഥാനത്തിൽ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ്. അതുവഴി ഒരു ഇലക്ട്രിസിറ്റി കടന്നു പോയി കഴിഞ്ഞാൽ ഈ ഹാർട്ട് ചിലപ്പോൾ ഫ്രീസായി പോകും. അപ്പോൾ എൻ്റെ സർക്കുലേഷൻ നിൽക്കും. സർക്കുലേഷൻ നിന്ന് സ്വാഭാവികമായിട്ടും അത് മരണകാരണം വരെ ആയേക്കാം. അപ്പോൾ ഈ സർക്കുലേഷൻ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് പലപ്പോഴും ഷോക്കേറ്റ ആളിനെ നമ്മൾ ശരീരത്തിൽ മുഴുവൻ ഇടിച്ച് മെക്കാനിക്കലി അത് വീണ്ടെടുക്കാനൊക്കെ ശ്രമിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ശരീരത്തിൻ്റെ സർക്കുലേഷൻ വീണ്ടെടുക്കുക, ഹാർട്ടിനെ തിരിച്ച് പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യം വരും. ചിലപ്പോൾ ഭയങ്കര ഹൈ വോൾട്ടേജ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ വളരെ ഉയർന്ന തലത്തിലുള്ള കറണ്ട് കടന്നു പോവുകയും ചിലപ്പോൾ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഹീറ്റ് എനർജി അത് ശരീരത്തെ ബേൺ ചെയ്യിക്കും. അത് സ്വാഭാവികമായിട്ടും മരണം ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ശരീരം കത്തിപ്പോകുന്ന അവസ്ഥ. അത് വളരെ എക്സ്ട്രീംലി ഹൈ വോൾട്ടേജിലൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ നമുക്ക് ചുറ്റിപ്പോൾ റെയിൽവേയുടെയൊക്കെ മുകളിലൂടെ ട്രെയിനിനെ പവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈനുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 25,000 വോൾട്ടാണ്. അത്രയും ഹൈ വോൾട്ടേജാണ് അവിടെ ഉള്ളത്. അതൊക്കെ അപകട കാരണമാകാവുന്ന ഇന്ത്യയിൽ പലയിടങ്ങളിലും ആളുകൾ ട്രെയിനിൻ്റെ മുകളിൽ നിന്ന് ഈ ഷോക്ക് അടിച്ച് വളരെ ദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ ഷോക്ക് അടിസ്ഥാനപരമായിട്ട് ശരീരത്തിലൂടെ കറണ്ട് കടന്നു പോകുന്നതിൻ്റെ ഫലമാണ്. അതിന് നമ്മുടെ ശരീരം ഒരു വഴിയായിട്ട് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള സ്ഥലത്തിൽ നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡിൽ കൈ വെക്കുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള നനവ് അതിൻ്റെ അകത്ത് ഊർന്ന് കയറി കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഏതെങ്കിലും ഭാഗമായിട്ട് കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ ഇലക്ട്രിസിറ്റിക്ക് ഭൂമിയിലേക്ക് ഒഴുകാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകും. അങ്ങനെയാണ് അത് ഷോക്കായിട്ട് മാറുന്നത്. ഒരു ഇലക്ട്രിക് ലൈൻ പൊട്ടി എവിടെയെങ്കിലും വെള്ളക്കെട്ടിൽ വീണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലൂടെ ആ കറണ്ട് ഫ്ലോ ചെയ്യാൻ ശ്രമിക്കും. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും അതിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റൂട്ടിലൂടെയും ആ ചാർജ് ഒഴുകാൻ ശ്രമിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൽ റെസിസ്റ്റൻസ് കുറഞ്ഞ വഴിയിലൂടെ കൂടുതൽ കറണ്ട് ഒഴുകും, റെസിസ്റ്റൻസ് കൂടിയ വഴിയിലൂടെ കറണ്ട് അളവ് കുറച്ചായിരിക്കും ഒഴുകുന്നത് എന്നേ ഉള്ളൂ. പക്ഷേ കറണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള 2 സ്ഥലങ്ങൾക്കിടയിൽ ഒരു മാധ്യമം, ഒരു മീഡിയം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഒഴുകും. ഇനി ഒരു തെറ്റിദ്ധാരണ കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് അതിനൊരു സൂത്രവാക്യമായിട്ട് പറയാൻ പറ്റും. കറണ്ട് ഈസ് പുൾഡ് നോട്ട് പുഷ്ഡ്. കറണ്ടിനെ നമ്മൾ വലിക്കുകയാണ് ചെയ്യുന്നത്, അതിനെ തള്ളി നീക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൊബൈൽ ഫോണായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലരും പങ്കുവച്ചിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അതായത് മൊബൈൽ ഫോണിൻ്റെ ചാർജർ, ആ ചാർജറിൻ്റെ റേറ്റിംഗ് നോക്കുമ്പോൾ അതിനകത്ത്
3 ആംബിയർ എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ 5 ആംബിയർ എന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ മൊബൈൽ ഫോണിൻ്റെ റേറ്റിംഗ് നോക്കുമ്പോൾ അത് 1 ആംബിയർ ആണ് അതിൻ്റെ ചാർജ്. അപ്പോൾ ഈ ആംബിയർ കൂടുതൽ കറണ്ട് റേറ്റിംഗ് ഉള്ള ചാർജർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ ഫോണിന് അപകടം സംഭവിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ അത് കാരണം ചാർജർ ഉപയോഗിക്കാതിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആംബിയർ കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് ഫോണിന് കേടായാലോ എന്ന് കരുതി അവർ ഉപയോഗിക്കാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതിനകത്തൊരു തെറ്റിദ്ധാരണയാണ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മളുടെ ഫോൺ കൊണ്ടുവന്ന് പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ആ സർക്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന ഫോണിന് മൊത്തം എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്നനുസരിച്ചിട്ടാണ് എത്ര കറണ്ട് അതുവഴി ഒഴുകും എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ആ കറണ്ട് ഫോൺ വലിച്ചെടുക്കുന്നതാണ്, ഫോണിനാണ് തീരുമാനിക്കുന്നത് എത്ര കറണ്ട് എടുക്കും എന്നുള്ളത്. അതാണ് ഫോൺ കറണ്ട് ഈസ് പുൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലഗ് പോയിന്റിൽ നിന്നും കറണ്ടിനെ ഫോൺ വലിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ ചാർജർ ഈ ഫോണിനകത്തേക്ക് ചാർജിനെ അല്ലെങ്കിൽ കറണ്ടിനെ പുഷ് ചെയ്ത് കയറ്റുകയല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ചാർജറിൻ്റെ റേറ്റിംഗ് 3 ആംബിയർ എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം ആ ചാർജർ 3 ആംബിയർ വരെയുള്ള കറണ്ടിൻ്റെ ഫ്ലോയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അതിനപ്പുറം കറണ്ട് വന്നു കഴിഞ്ഞാൽ ചാർജർ കേടായി പോകും. അപ്പോൾ ചാർജർ ഒരിക്കലും ഇത്രയും കറണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് പുഷ് ചെയ്യില്ല. ഇനി തിരിച്ചാണെന്ന് വെച്ചോളൂ, ചാർജർ 1 ആംബിയറെ താങ്ങും, നിങ്ങളുടെ ഫോൺ 3 ആംബിയർ വലിക്കും. സ്വാഭാവികമായിട്ടും ഈ ചാർജറിൽ കൂടെ 3 ആംബിയർ വരുമ്പോൾ ചാർജർ കേടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫോണിനകത്ത് എന്തെങ്കിലും സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, എവിടെയെങ്കിലും ഷോർട്ടേജ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സർക്യൂട്ട് എറർ ഉണ്ടെങ്കിൽ ഫോൺ കൂടുതൽ കറണ്ട് വലിക്കാനും ഫോണോ ചാർജറോ ഒക്കെ കത്തിപ്പോകാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഫോണിനകത്ത് ഒരുപാട് ഈ ചൂടായാൽ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ അത് ഫോൺ വല്ലാതെ ചൂടാകുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്പ്ലോഷനിലേക്കൊക്കെ നയിക്കുന്നതായിട്ട് നമ്മൾ പല വാർത്തകളിലും കാണുന്നത് അതുകൊണ്ടാണ്. അത് ഫോൺ കൃത്യമായി ചൂടാകാതെ കൃത്യമായി വായു സഞ്ചാരമുള്ള സ്ഥലത്താണ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അപകടം വളരെ കുറയും. ഒരുപാട് പേര് ഫോണിനെ തലയണയുടെ അടിയിലിട്ടിട്ടോ അല്ലെങ്കിൽ മെത്തയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ തലയണയോ പുതപ്പോ ഒക്കെ ഇട്ടിട്ടോ അറിയാതെ ആണെങ്കിൽ പോലും ഇട്ടിട്ടൊക്കെ ചാർജ് ചെയ്യാൻ ഇടുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്നിടത്തെല്ലാം ചെറിയ അളവിൽ ചൂടുണ്ടാവും. നിങ്ങളുടെ ഫോണിന് എന്തെങ്കിലും ചില സർക്യൂട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ചൂടുണ്ടാകുന്നതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കാം. ആ ചൂട് പുറത്തേക്ക് പോകാൻ ഉള്ള വെന്റിലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കെട്ടി നിൽക്കും. നിങ്ങൾ മെത്തയിൽ വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മെത്ത ഈസി ആയിട്ട് ഈ ഹീറ്റിൻ്റെ ഫ്ലോയെ അനുവദിക്കില്ല. അപ്പോൾ അത് വെൽഡ് ചെയ്ത് നിൽക്കാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ കാരണമാകും. അടിസ്ഥാനപരമായിട്ട് അവിടെ ആ കറണ്ട് ഉണ്ടാക്കുന്ന ഹീറ്റാണ് ഈ എക്സ്പ്ലോഷനിലേക്ക് നയിക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോയിൻ്റ് ഇതാണ്, ഫോൺ ചാർജ് അത് ഫോണിന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ചില ഉപകരണങ്ങൾ, ഇപ്പോൾ വളരെ അധികം പവർ എടുക്കുന്ന ഉപകരണങ്ങൾ, ഒരു ഇലക്ട്രിക് പമ്പാണെന്ന് വെച്ചോളൂ, അത് കൂടുതൽ പവർ എടുക്കും. അല്ലെങ്കിൽ ചില വലിയ കപ്പാസിറ്റി കൂടിയ ഒരു എയർ കണ്ടീഷണർ ആണെങ്കിൽ അതും കൂടുതൽ കറണ്ട് അതിനാവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന പ്ലഗ് പോയിന്റ് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പൊതുവിൽ 5 ആംബിയറിൻ്റെയും 15 ആംബിയറിൻ്റെയും 5, 15 ഈ 2 റേറ്റിംഗ് ഉള്ള പ്ലഗ് പോയിന്റുകൾ നമുക്ക് കാണാൻ പറ്റും കൂടുതൽ കോമൺ ആയിട്ട്. അപ്പോൾ ഈ ചിലതിൻ്റെ പ്ലഗിനുള്ള പിന്ന് വലുതാണ്, അത് ഈ 15 ആംബിയറിൻ്റെ പ്ലഗിൽ മാത്രമേ നമുക്ക് കുത്താൻ പറ്റൂ. അതിൻ്റെ കാരണം ആ ഉപകരണം കൂടുതൽ കറണ്ട് വലിച്ചെടുക്കും. അപ്പോൾ പ്ലഗ് പോയിന്റ് അത്രയും കറണ്ട് താങ്ങാൻ ശേഷിയുള്ളതല്ല എന്നുണ്ടെങ്കിൽ പ്ലഗ് പോയിന്റ് കത്തിപ്പോവും. അപ്പോൾ ഈ ഒരു അപകടം ഒഴിവാക്കാനാണ്, അല്ലെങ്കിൽ ഈ ഒരു റിസ്ക് ഒഴിവാക്കാനാണ് നമ്മൾ ഈ കറണ്ടിന് അനുവാദികമായിട്ട് കൂടുതൽ കറണ്ടിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന പ്ലഗ് പോയിന്റുകളും ഉപകരണങ്ങളും അതിനാവശ്യമായിട്ടുള്ള വയറിംഗ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഈ വയറിന് കൊണ്ട് പ്രത്യേകത, നമ്മൾ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയർ എത്രത്തോളം കറണ്ടിന് സപ്പോർട്ട് ചെയ്യും എന്നൊരു റേറ്റിംഗ് അതിനുണ്ട്. കൂടുതൽ കറണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സർക്യൂട്ടാണെങ്കിൽ കൂടുതൽ കറണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വയറിംഗ് ഉപയോഗിച്ച് തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വയറിംഗ് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം, നമ്മളുടെ ചുറ്റും നമ്മൾ നിരന്തരം നടക്കുന്ന ഇലക്ട്രിസിറ്റിയെക്കുറിച്ച്, നിരന്തരം കാണുന്ന ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളെക്കുറിച്ച്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സയൻസാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പൊതുവെ ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്ന ദ്രവ്യത്തിൽ എല്ലായിടത്തുമുള്ള ചാർജിനെ സെപ്പറേറ്റ് ചെയ്ത് ഒഴുകാൻ ഉള്ള അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒഴുകുന്ന ചാർജ് വഹിക്കുന്ന ഊർജ്ജത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളും പ്രവർത്തിക്കുന്നത്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം.